ഭഗവത് സന്നിധിയിലേക്കുള്ള തീർത്ഥയാത്രകളിൽ ഏറ്റവും പുണ്യമാർന്ന ഇടങ്ങളിൽ ഒന്നു തന്നെയാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആത്മതലങ്ങളിൽ ഒരു ദ്വാരക വിരിയുന്നത് പോലെയാണ് ക്ഷേത്രം ഭഗവാന്റെ പുഞ്ചിരി പോലെ നമ്മെ വരവേൽക്കുന്നത്. ക്ഷേത്രമുറ്റത്തെത്തി മുകളിലേക്കുള്ള പടവുകൾ കയറുമ്പോൾ ഭക്തന്റെ ആത്മതലങ്ങളിൽ ഭഗവാന്റെ പദചലനങ്ങൾ തിരിച്ചറിയുന്നത് പോലെ. നെറുകയിലെ മയിൽപ്പീലിയുടെ തിളക്കം, മകരകുണ്ടലങ്ങളുടെ നാദം, മുരളികയിലൂടെ ഒഴുകുന്ന മോക്ഷമാർന്ന രാഗം, മണിമാറിലെ വനമാലയുടെ സുഗന്ധം, സ്വാസ്ഥ്യത്തിൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് ഭക്തമാനസങ്ങളെ നയിക്കുന്ന ഭഗവാന്റെ പാൽപുഞ്ചിരി. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഭഗവാനെ അറിഞ്ഞ് അനുഭവിക്കാൻ കഴിയുന്നത് പോലെയുള്ള പുണ്യമാർന്ന ദർശനാനുഭവം തന്നെയാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓരോ ഭക്തജനങ്ങൾക്കും പകർന്നു നൽകുന്നത്. അതിപുരാതന ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഏറെ പ്രസിദ്ധമാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രരേഖകളിൽ പോലും ആശ്രാമം എന്ന ദേശത്തെക്കുറിച്ചും പുണ്യപുരാതനമായ ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു എന്നത് ചരിത്ര സത്യമാണ്. അതിപുരാതന മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രസിദ്ധമാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തിരുവിതാംകൂർ ക്ഷേത്രങ്ങളുടെ പുണ്യപുരാതന ചരിത്രത്തെ പ്രതിപാദിക്കുന്ന ഒട്ടേറെ സന്ദേശകാവ്യങ്ങൾ നമുക്കുണ്ട്. മേഘസന്ദേശം, ഉണ്ണുനീലി സന്ദേശം, ഹംസ സന്ദേശം, മയൂര സന്ദേശം എന്നിവയാണ് അവയിൽ പ്രധാനം. ഉണ്ണുനീലി സന്ദേശ കാലഘട്ടം കൊല്ലവർഷം 525-551 കരുതപ്പെടുന്നു. അന്നത്തെ യുവരാജാവായ ആദിത്യവർമ്മയാണ് ഇതിൽ സന്ദേശവാഹകനായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രസ്തുത കാവ്യത്തിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നു. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ മയൂര സന്ദേശ കാവ്യത്തിൽ ഈ ക്ഷേത്രമാഹാത്മ്യം ഏറെ പ്രകീർത്തിച്ചു കാണുന്നു. അതിങ്ങനെയാണ്: നൂറ്റാണ്ടുകളുടെ ചരിത്ര പ്രാധാന്യമുള്ള ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂറിലെ രാജകുടുംബങ്ങൾ കൊല്ലം നാട് സന്ദർശിക്കുമ്പോൾ ഭഗവത് സേവയ്ക്ക് എത്താറുണ്ടായിരുന്നത് ഈ തിരുസന്നിധിയിലായിരുന്നു. ക്ഷേത്രത്തോട് ചേർന്നുള്ള കൊട്ടാരം ഈ സത്യം വിളിച്ചോതുന്നു. തിരുവിതാംകൂറിൽ അക്കാലത്ത് രാജകുടുംബാംഗങ്ങളുടെ ഹിതപ്രകാരം പണികഴിപ്പിക്കപ്പെട്ട പ്രസ്തുത ക്ഷേത്രം ആദ്യത്തെ ഉണ്ണികൃഷ്ണ ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. പുരാതന ക്ഷേത്ര വാസ്തുശില്പകലയോട് ഏറെ ചേർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രം അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്.
തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്കുള്ള ജലപാത വഴി വഞ്ചിയിലൂടെ വഞ്ചിപ്പാട്ടും പാടി കടന്നുപോകുന്ന തമ്പുരാക്കന്മാർ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ട് നിർവൃതി നേടുക പതിവായിരുന്നു. ക്ഷേത്രപ്പണികൾക്കുള്ള എല്ലാ സാധന സാമഗ്രികളും തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ചുകൊടുത്ത് പണി തീർത്തതായി കരുതപ്പെടുന്നു. 4 കെട്ടും ചുറ്റമ്പലത്തോടുകൂടിയ ശ്രീകോവിലും സ്വർണ്ണക്കൊടിമരവുമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രക്കുളം കുഴിച്ചെടുത്ത മണൽ കൊണ്ട് രൂപപ്പെട്ട കുന്നിൻ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രക്കുളം അതിവിശാലമാണ്. ഇത് ചുറ്റുമുള്ള പ്രകൃതിക്ക് കുളിർമയേകി നിലകൊള്ളുന്നു. ഇവിടുത്തെ ശ്രീകോവിലിലെ കണ്ണന്റെ ആകാരവടിവൊത്തിണങ്ങിയ ശില്പം പൂർണ്ണമായും കൃഷ്ണശിലയിൽ കൊത്തിയുണ്ടാക്കിയതാണ്. തൃക്കൈയിൽ വെണ്ണയുമായി പുഞ്ചിരി തൂകി ഭക്തജനങ്ങൾക്ക് വരപ്രസാദം നൽകുന്ന ഉണ്ണികൃഷ്ണന്റെ തിരുരൂപം ഭക്തജനങ്ങൾക്ക് ആത്മസായുജ്യമേകുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ കൃഷ്ണവിഗ്രഹമായി ഇവിടത്തെ ഉണ്ണികൃഷ്ണ വിഗ്രഹത്തെ കരുതപ്പെടുന്നു. ശ്രീകോവിലിന്റെ പഴമ നിലനിർത്തിക്കൊണ്ടുതന്നെ 1996 ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞു. കണ്ണനെ കാണുന്നത് പോലെ തന്നെ ആനന്ദാമൃതമായ രൂപഭംഗിയാണ് ക്ഷേത്രത്തിൻ്റേത്. ഭഗവാന്റെ ശരീരം തന്നെയാണല്ലോ ക്ഷേത്രമായി സങ്കല്പിക്കുന്നതും. സ്വർണ്ണനിറമായ നാലമ്പല കാഴ്ചകൾ നയനമനോഹരമാകുന്നു. നമസ്കാര മണ്ഡപവും ശ്രീകോവിലുമൊക്കെ ഭഗവാന്റെ ആഭരണങ്ങൾ പോലെ മനോഹരം. നാലമ്പലത്തിനുള്ളിൽ ഒരു പ്രദക്ഷിണം നടത്തുമ്പോൾ തന്നെ ഉള്ളിൽ നിറയുന്ന ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളിൽ അലിഞ്ഞു ചേരുന്ന ഭക്തർ തൻ്റെ മനസ്സ് ഭഗവാന് തന്നെ സമർപ്പിച്ച് ആനന്ദത്തിൽ അലിഞ്ഞു ചേരുന്നു. നാലമ്പലത്തിനുള്ളിലും പുറത്തുമായി ഉപദൈവങ്ങളെയും പൂജിക്കുന്നു. ക്ഷേത്രത്തിനു പുറത്ത് കാവിനോട് ചേർന്ന് ശാസ്താവിനായി ഒരു പ്രത്യേക ക്ഷേത്രവും നിലനിൽക്കുന്നുണ്ട്. വ്രതശുദ്ധിയുടെ ഈ മണ്ഡലകാലത്ത് ഇവിടുത്തെ ക്ഷേത്രദർശനം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാകുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠാരൂപമാണ് ഇവിടെയുള്ളത്. ആനപ്പുറത്തിരിക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹരൂപം മണ്ഡലകാലത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് പുണ്യമാർന്നൊരു ദർശന സൗഭാഗ്യമാണ് നൽകുന്നത്. സായാഹ്ന പൂജകൾക്കായി ക്ഷേത്രാന്തരീക്ഷമൊരുങ്ങി. ഇവിടുത്തെ ഓരോ മരങ്ങളിലും ഇലകളിലും ഭഗവാന്റെ മുരളീരവം നിറയുമ്പോൾ ക്ഷേത്രദീപങ്ങളും തെളിയുന്നു.
ദ്വാരകാപുരി പോലെ ക്ഷേത്രം ദ്വാപരസന്ധ്യയിലമരുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുവാനായി ഭഗവാൻ അണയുന്നു. ഓരോ ഭക്തജനങ്ങളും ശ്രീകോവിലിലേക്ക് തന്നെ മനവും ശരീരവും ആത്മാവും സമർപ്പിച്ചു. ദീപാരാധനയായി ഭഗവത് ദർശനം പുണ്യദർശനമായി. അങ്ങനെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ഓരോ മനസ്സുകളിലും വൃന്ദാവനമാകുന്നു.